മലയാളികളുടെ സിനിമാ സങ്കല്പങ്ങൾക്ക് പുതിയൊരു മാനം നൽകിയ ജനപ്രിയ സംവിധായകനായിരുന്നു സിദ്ദിഖ്. സംവിധായകൻ സിദ്ദിഖ് ഓർമ്മയായിട്ട് ഇന്ന് ഒരു കൊല്ലം തികയുന്നു. മഴയൊഴിഞ്ഞാലും മരം പെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയും പോലെ സിദ്ദിഖ് പകർത്തിവെച്ച സിനിമാ കാഴ്ചകൾ മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നോട്ട് പോകുന്നു. പല അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കൊരു വർത്തമാനകാല സ്വഭാവമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ലളിത ജീവിതം, വളരെ ജെന്റിൽമാൻലിയായ പെരുമാറ്റം, അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു വ്യക്തിപ്രഭാവമായിരുന്നു സിദ്ദിഖ്. അദ്ദേഹമാണ് അകാലത്തിൽ നമ്മെ വിട്ടുപോയത്. സത്യത്തിൽ നമുക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല സിദ്ദിഖ് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ജീവിത സഫരിയിലൂടെ, അദ്ദേഹത്തിൻ്റെ സർഗ്ഗനിമിഷങ്ങളിലൂടെ നമ്മൾ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നടക്കുന്നു. വിനയം കൊണ്ട് വലുപ്പം മറച്ചുപിടിച്ചൊരു പുല്ലേപ്പടിക്കാരൻ, അതായിരുന്നു സിദ്ദിഖ്. സിദ്ദിഖിന്റെ മരണം ഒരു സിനിമാക്കാരനെ മാത്രമല്ല നഷ്ടമാക്കിയത്, സഹജീവികളെ ചേർത്തു പിടിക്കുന്ന മനുഷ്യനെ കൂടിയായിരുന്നു. കലാകാരന്മാർക്കായിട്ടുള്ള മിമിക്രി കലാകാരന്മാർക്ക് ലോസ്, ജനങ്ങൾക്ക് മുഴുവൻ ലോസാണ്, സിനിമയ്ക്ക് ലോസാണ്. അതിനോടൊപ്പം എനിക്ക് കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഞങ്ങളുടെ ഈ സംഘടനയായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും എല്ലാ കാര്യത്തിലും പുള്ളി വന്ന് കൈകടത്തുകയും എല്ലാത്തിലും ഇൻവോൾവ് ആകുകയും. സിദ്ദിഖ് പറഞ്ഞപ്പോൾ അതിനകത്ത് വേറെ വോയിസ് വേറെ വേണ്ട. സിദ്ദിഖിൻ്റെ ഒരു തീരുമാനമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു തീരുമാനം. നമ്മുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സിദ്ദിഖ് ചിരിയുടെ രസതന്ത്രം എന്ന പുസ്തകം കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തിരുന്നു. സിദ്ദിഖിന്റെ സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ PA മെഹബൂബാണ് രചന. ഇത് സിദ്ദീഖിൻ്റെ ഇലക്ട്രോണിക് മീഡിയയിൽ പലതുമുണ്ട്, പക്ഷേ പ്രിന്റ് മീഡിയയിൽ ഒരു കഥയോ നോവലോ തിരക്കഥയോ സിദ്ദീഖൊന്നും എഴുതിയിട്ടില്ല, പുസ്തക രൂപേണ വന്നിട്ടില്ല. അതൊരു ഡോക്യുമെൻ്റാക്കി മാറ്റണം. അങ്ങനെയാണ് ഈ സിദ്ദീഖ് ചിരിയുടെ രസതന്ത്രം എന്ന 400 പേജുള്ള ഒരു പുസ്തക രചനയിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത്. പറയാൻ കഥകൾ ബാക്കിയാക്കി സിദ്ദിഖ് മടങ്ങിയെങ്കിലും അഞ്ഞൂറാനും ആനപ്പാറയിൽ അച്ചാമയും മാന്നാർ മത്തായിയും ഹിറ്റ്ലർ മാധവൻ കുട്ടിയുമെല്ലാം സിദ്ദിഖിന്റെ ചിരി പോലെയെന്നും മലയാളികളുടെ മനസ്സിൽ മായാതെയുണ്ടാകും. 24 കൊച്ചി. ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സിനിമാ മേഖല കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത സംവിധായകനായിരുന്നു സിദ്ദിഖ്. മാത്രമല്ല ഫ്ലവേഴ്സുമായും 24-മായും ഒക്കെ ഒരുപാട് സഹകരിക്കുന്ന സംവിധായകനായിരുന്നു. വ്യക്തിപരമായി എന്നോടും വലിയ അടുപ്പം കാണിച്ചിരുന്ന ആളായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ക്രൈസിസിലൊക്കെ നിൽക്കുമ്പോൾ, ചില പ്രതിസന്ധികളിൽ വല്ലാതെ വീർപ്പ് മുട്ടുമ്പോഴൊക്കെ സിദ്ദിഖിൻ്റെ ചില ആശ്വാസവാക്കുകൾ വരും. ആ നിറഞ്ഞ ചിരി, അതൊക്കെ ഞാൻ ഓർമ്മിച്ചു പോകുന്നു. ഒരു കൊല്ലം കടന്നുപോയി എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സിദ്ദിഖ്, നിങ്ങളൊരു വലിയ കലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനമനസ്സുകളിൽ ജീവിക്കുക തന്നെ ചെയ്യും.